ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. കഴിഞ്ഞ 4 ദിവസം മുൻപ് വാർവിക്ക്ഷയർ പോലീസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. ഒരു അൺഇൻഷുർഡ് ആയിട്ടുള്ള ഡ്രൈവർ ഒരു തവണ ഓൾറെഡി പിടിക്കപ്പെട്ട ആളാണ്. വീണ്ടും വാഹനം ഓടിച്ചതിൽ പിടിച്ചു, നിയമ ലംഘനം നടത്തി. അതിനെ തുടർന്ന് പോലീസ് ഈ വാഹനം പിടിച്ചെടുക്കുകയും ആ വാഹനം ടോ ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഫോട്ടോ അടക്കമാണ് അവർ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: 2023 UK ഒരു മറ്റൊരു രാജ്യക്കാരൻ, EU കൺട്രിയിൽ പെടാത്ത വേറൊരു രാജ്യക്കാരൻ ഇവിടെ അനധികൃതമായിട്ട് ഇതുപോലെ നിയമലംഘനം നടത്തി വാഹനം ഓടിക്കുന്നു. അതിനെ തുടർന്ന് അത് പിടിക്കപ്പെട്ടതിനെ തുടർന്ന് ഞങ്ങൾ ഈ വാഹനം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇയാൾക്ക് വലിയൊരു തുക പിഴ അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ കോടതിയിൽ ഹാജരാകണം. മറ്റ് ശിക്ഷകൾ പിന്നാലെ വരുന്നതായിരിക്കും. 1 വർഷത്തെ ബാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് എൻ്റെ താഴെ വന്ന കമൻറ്റുകളും ഒക്കെ നമ്മൾ ഈ കമൻറ്റുകൾ വായിക്കുന്നതിന് താല്പര്യമുള്ളത് കൊണ്ട് കമൻറ്റുകളിൽ കൂടെ കടന്നുപോയി. അപ്പോൾ മുഴുവൻ കമൻറ്റുകളും ഇവന്മാരെ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കുക, ഇതുപോലെയുള്ളവന്മാരെ ഇവിടെ തുടരാൻ അനുവദിക്കരുത്, ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുന്നവർ മാത്രം ഇവിടെ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻസാണ് മുഴുവൻ കാണാൻ കഴിഞ്ഞത്. ആ പോസ്റ്റ് കണ്ടതിന് ശേഷം ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു, ഒരു മലയാളി. അദ്ദേഹം വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെയുള്ള ട്രാഫിക് ഒഫൻസിനെ കുറിച്ചായിരുന്നു പുള്ളിക്ക് കാര്യങ്ങൾ അറിയേണ്ടിയിരുന്നത്. കോടതിയിൽ ചെന്നാൽ സോളിസിറ്ററിനെ വിളിക്കണോ, സോളിസിറ്ററുമായിട്ട് പോകണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഇത് ഈ പോസ്റ്റ് ഒന്ന് ഇദ്ദേഹത്തിന് ഇട്ട് കൊടുക്കാം എന്ന് തോന്നി. ഞാൻ ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഈ പോസ്റ്റ് ഷെയർ ചെയ്തു. ഇത് താങ്കളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. നമ്മുടെ മലയാളികൾ UK കാണിച്ചു കൂട്ടുന്ന കുൽസിത പ്രവർത്തികളുടെ മറ്റൊരു ഉദാഹരണം കൂടെയായി മാറിയിരിക്കുകയാണ്. ഞാൻ ആ പോസ്റ്റ്, വാർവിക്ക്ഷയർ പോലീസിൻ്റെ പോസ്റ്റ്, ഞാൻ ഈ വീഡിയോയോടൊപ്പം കമൻ്റായിട്ട് ഇടുന്നുണ്ട്. ആവശ്യമുള്ളവർ ആ കമൻറ്റും പോസ്റ്റും അതിൻ്റെ താഴെ വന്ന കമൻസും ഒക്കെ ഒന്ന് വായിക്കുക. നമ്മൾ മലയാളികൾ ഇവിടെ UK വരാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. വളരെ നല്ല അഭിപ്രായമായിരുന്നു ഇത്രയും നാൾ മലയാളികളെക്കുറിച്ച് UK ഇംഗ്ലീഷുകാർക്കുണ്ടായിരുന്നത്. ആ നല്ല ഇമേജുകൾ നമ്മളായിട്ട് തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരാളൊരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തെ ഒന്നാകെ ആയിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള കുൽസിത പ്രവർത്തികൾ പരമാവധി ഒഴിവാക്കുക. എന്തിൻ്റെ പേരിലാണെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കുക. അത് നമ്മളെ തന്നെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പോലെ ആയിരിക്കും. മുഴുവൻ സമൂഹത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് നിയമം അനുസരിച്ച് ജീവിക്കുന്ന നല്ല സിറ്റിസൻസായിട്ട് മാറാനായിട്ട്, ഇത് നമ്മുടെ ഇന്ത്യയല്ല, ഇത് വേറൊരു രാജ്യമാണ്. ഇവിടെ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ ചെയ്യാൻ ഒരിക്കലും പാടില്ല. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.